ഹലോ. അപ്പോൾ ഇന്നലെ നമ്മൾ മെട്രിക്സ് എന്താണെന്നും മെട്രിക്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സും പഠിച്ചു. എല്ലാവരും ഓർക്കണുണ്ടല്ലോ മെട്രിക്സിൻ്റെ ഡെഫിനിഷനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ്. ഓക്കെ, ഇന്നത്തെ നമ്മളുടെ പോർഷൻ മെട്രിക്സിൻ്റെ ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ ഓഫ് മെട്രിക്സ്, എങ്ങനെ മെട്രിക്സ് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, അതൊക്കെ. അതിനു മുൻപ് ഈക്വാലിറ്റി ഓഫ് മെട്രിക്സ് ഒരു സെക്ഷൻ അതിനുണ്ട്. വാട്ട് ഈസ് ഈക്വാലിറ്റി ഓഫ് മെട്രിക്സ്? അതായത് രണ്ട് മെട്രിക്സ് എപ്പോഴാണ് ഈക്വൽ ആകുന്നത്, രണ്ട് മെട്രിക്സിനെ നമുക്ക് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുന്നത് എപ്പോഴാണ്? ഓക്കെ, നമ്മൾ രണ്ട് നമ്പർ അല്ലെങ്കിൽ ഒരു ഈക്വേഷൻ്റെ രണ്ട് സൈഡ് ഈക്വൽ ആകുന്നത് അതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സെയിം ആണ്. അതുപോലെ രണ്ട് മെട്രിക്സ് ഈക്വൽ ആകുമ്പം, ഇപ്പം എക്സാമ്പിൾ എ ഒരു മെട്രിക്സ് ഉണ്ട് 2 3 ആൻഡ് 1 5. ദെൻ അനദർ മെട്രിക്സ് ബി, the elements of B is also the same 2 3 and 1 5. Then we can say these two metrics are equal. A and B are equal. So അപ്പോൾ രണ്ട് മെട്രിക്സ് ഈക്വൽ ആകണമെങ്കിൽ അവിടെ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ, both the metrics have same order. ഈ രണ്ട് മെട്രിക്സിൻ്റെയും ഓർഡർ സെയിം ആയിരിക്കണം. ഇപ്പം ഈ ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ 2/2 ആണ്, സെക്കൻഡ് മെട്രിക്സിൻ്റെയും ഓർഡർ 2/2 ആണ്. അപ്പം ഫസ്റ്റ് കണ്ടീഷൻ അതാണ്, രണ്ട് മെട്രിക്സിൻ്റെയും ഓർഡർ സെയിം ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ, ദ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഓഫ് ബോത്ത് ദ മെട്രിക്സ് ആർ ഈക്വൽ. കറസ്പോണ്ടിങ് എലമെന്റ്സ് എല്ലാം ഈക്വൽ ആയിരിക്കണം. ഇവിടെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 2, ഹിയർ ഓൾസോ ദ സെയിം 2. ഇനി ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ് ഈസ് 3. ഇൻ സെക്കൻഡ് മെട്രിക്സ് ബി ദർ ഓൾസോ വി ക്യാൻ സീ ദ സെക്കൻഡ് എലമെന്റ് ഈസ് 3. ഇനി സെക്കൻഡ് റോ നോക്കിയാലും ഇവിടെ ഫസ്റ്റ് എലമെന്റ് 1 ആണ്, ഇവിടെയും 1, ഹിയർ 5 ആൻഡ് ഹിയർ ഓൾസോ 5. അപ്പം രണ്ട് മെട്രിക്സിൻ്റെയും ഓർഡർ സെയിം ആയിരിക്കണം. രണ്ട് മെട്രിക്സിലും കറസ്പോണ്ടിങ് എലമെന്റ്സ് എല്ലാം ഈക്വൽ ആണെങ്കിൽ ഈ രണ്ടും, അങ്ങനെയുള്ള രണ്ട് മെട്രിക്സിനെ നമുക്ക് ഈക്വൽ മെട്രിക്സ് എന്ന് പറയാം. ഇവിടെ അതുകൊണ്ട് എയും ബിയും ഈക്വൽ ആണ്. ഓക്കെ, അപ്പം ഈ ഈക്വാലിറ്റി വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇവിടെ ഫൈൻഡ് എക്സ് വൈ എ ബി, ഇത്രയും വേരിയബിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഗിവൺ മെട്രിക്സ് എക്സ് മൈനസ് 2 വൈ ആൻഡ് a/2 b പ്ലസ് 1. ഇതാണ് മെട്രിക്സ്. ഈ മെട്രിക്സ് 0 3 1 5 ഈ മെട്രിക്സിനോട് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഈ രണ്ട് മെട്രിക്സും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഹൗ ക്യാൻ യു ഫൈൻഡ് ദ വേരിയബിൾസ് എക്സ് വൈ എ ആൻഡ് ബി ഫ്രം ഹിയർ? അപ്പം ഇതിനകത്ത് രണ്ടിൻ്റെയും ഓർഡർ സെയിം ആണ്, രണ്ടും 2/2 മെട്രിക്സ് ആണ്. ഇത് ഈക്വൽ മെട്രിക്സ് ആയതുകൊണ്ട് ഇതിൻ്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് എല്ലാം ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് എലമെന്റ്സിനെ ഇക്വേറ്റ് ചെയ്താൽ പോരെ. ഇവിടെ ഫസ്റ്റ് നമുക്കൊരു എക്സ് മൈനസ് 2 കാണാം, എക്സ് മൈനസ് 2. അപ്പം ഈ എക്സ് മൈനസ് 2ൻ്റെ കറസ്പോണ്ടിങ് എലമെന്റ് സെക്കൻഡ് മെട്രിക്സിൽ 0 സോ വി ക്യാൻ റൈറ്റ് എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. എക്സ് മൈനസ് 2 0 ആണെങ്കിൽ വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 + 2 ദാറ്റ് ഈസ് 2 ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ 2 എന്ന് കിട്ടി. അതുപോലെ സെക്കൻഡ് എലമെന്റ് വൈ ആൻഡ് 3 നമുക്ക് ഇക്വേറ്റ് ചെയ്യാം, കാരണം അത് രണ്ടും കറസ്പോണ്ടിങ് പ്ലേസിലുള്ള എലമെന്റ്സാണ്. സോ വൈ ഈസ് ഈക്വൽ ടു 3. ഇനി എയും ബിയും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ a/2 ആൻഡ് 1 ആർ ദ കറസ്പോണ്ടിങ് പൊസിഷൻസ്. സോ വി ക്യാൻ റൈറ്റ് a/2 ഈസ് ഈക്വൽ ടു 1. a/2 1 ആണെങ്കിൽ a ഈസ് ഈക്വൽ ടു 1 × 2 ദാറ്റ് ഈസ് 2 അല്ലേ. ഈ 1ഉം 2ഉം കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ദാറ്റ് ഈസ് 2. അല്ലെങ്കിൽ 2/2 ആണ് 1. ദെൻ ഇനി ലാസ്റ്റ് b + 1 ഈസ് ഈക്വൽ ടു 5. സോ b + 1 ഈക്വൽ ടു 5. ദെൻ വാല്യൂ ഓഫ് b ഈസ് 5 - 1. ഓക്കെ, ഇവിടെ 1 ആഡ് ചെയ്തു, അത് നമ്മൾ റൈറ്റിൽ പോയി സബ്ട്രാക്ട് ചെയ്തു. സോ b ഈസ് ഈക്വൽ ടു 4. ഇനി ഈ വാല്യൂ ഒക്കെ കറക്റ്റ് അല്ലേ എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ 4 കൊടുത്താൽ 4 + 1 5 ആയി. ഓക്കെ, അപ്പം എല്ലാ വാല്യൂസും, എല്ലാ വേരിയബിളും എക്സ് വൈ എ ബി എല്ലാ വാല്യൂസും നമുക്ക് ഇതിനകത്തുനിന്ന് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും.
കാരണം ഈ രണ്ട് മെട്രിക്സും ഈക്വൽ മെട്രിക്സ് ആണ്. ഈക്വൽ മെട്രിക്സിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആണ്. അങ്ങനെയാണ് നമ്മൾ ഈ വാല്യൂസ് എല്ലാം സോൾവ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് പോർഷനിലോട്ട് പോവാം. ദാറ്റ് ഈസ് അഡീഷൻ, ഓപ്പറേഷൻസ് ഓഫ് മെട്രിക്സ്. അതിനകത്ത് ഫസ്റ്റ് വൺ അഡീഷൻ. Okay, here first operation, that is addition of matrix. ഓക്കെ, എങ്ങനെയാണ് രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യണത്? അപ്പം ആഡ് ചെയ്യണതിന് മുൻപ് മെട്രിക്സിന്റെ ഓർഡർ സെയിം ആണെങ്കിലേ നമുക്ക് മെട്രിക്സ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ടു മെട്രിക്സ് ഓഫ് ദ സെയിം ഓർഡർ ഓൺലി വി ക്യാൻ ആഡ് ചെയ്യുമ്പം അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആണ് ആഡ് ചെയ്യണത്. അപ്പം ഈക്വൽ ആണെങ്കിൽ രണ്ട് മെട്രിക്സിന്റെ ഓർഡർ സെയിം ആണെന്ന് പറഞ്ഞു. അതുപോലെ if the order of two matrix is same, then only we can add the two matrices. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് മെട്രിക്സ് A is equal to 2, 1 and 5, 6. Then second matrix B is equal to 3, 2 and 1, 4. അപ്പോൾ ഈ രണ്ട് മെട്രിക്സും കൂടെ നമുക്ക് ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് A plus B ആണ് കാണേണ്ടത്. അപ്പോൾ രണ്ട് മെട്രിക്സ് തന്നിട്ട് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ ഫസ്റ്റ് യു ഷുഡ് ചെക്ക് ഈ രണ്ട് മെട്രിക്സിൻ്റെയും ഓർഡർ സെയിം ആണോ എന്ന് ആദ്യമേ നമ്മൾ ചെക്ക് ചെയ്യണം. ഓർഡർ സെയിം ആയിട്ടുള്ള മെട്രിക്സ് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ നോക്കുമ്പം ഇതിൻ്റെ ഓർഡർ സെയിം ആണ്. ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ 2/2 ആണ്. സെക്കൻഡ് മെട്രിക്സിൻ്റെയും ഓർഡർ 2/2 ആണ്. അതുകൊണ്ട് നമുക്ക് ഇത് ആഡ് ചെയ്യാം. ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യാന്ന്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഈ 2 and 3 വി ക്യാൻ ആഡ്. 2 + 3 അതായിരിക്കും നമ്മളുടെ സമ്മായിട്ടുള്ള മെട്രിക്സിൻ്റെ first element. Then second element 1 and 2. So 1 + 2. The next element this 5 and 1. 5 + 1. The last 6 and 4. 6 + 4. Okay, ഇത് വെരി സിമ്പിൾ ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് അതായിരിക്കും നമ്മളുടെ പുതിയ മെട്രിക്സ്. സോ 2 + 3 is 5. 1 + 2 3. 5 + 1 6. 6 + 4 10. അപ്പം A plus B എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും 5, 3, 6, 10 എന്നുള്ള മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, സിമ്പിളാണ്. അഡീഷൻ സിമ്പിളാണ്. ഇതുപോലെ തന്നെയാണ് സബ്ട്രാക്ഷനും. അഡീഷൻ്റെ കേസിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യും. സബ്ട്രാക്ഷൻ്റെ കേസിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് സബ്ട്രാക്ട് ചെയ്യും. ഇനി ഇവിടെ ഇപ്പോൾ പോസിറ്റീവ് എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ അഡീഷൻ വെരി സിമ്പിൾ ആയിരുന്നു. ഇനി ചിലപ്പോൾ നെഗറ്റീവ് എലമെന്റ്സും വരാം അല്ലേ? പോസിറ്റീവ് നെഗറ്റീവും കൂടെ വരുമ്പോൾ ഉള്ള അഡീഷൻ സൂക്ഷിച്ച് ചെയ്യണം. ഇല്ലെങ്കിൽ അവിടെ നമ്മളുടെ വാല്യൂസ് ഇൻറ്റജേഴ്സിൻ്റെ അഡീഷൻ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഓക്കെ, ഇവിടെ A is equal to 3, 4, -5 and B is equal to -5, 0, 2, -2. ഓക്കെ, അപ്പം നമുക്ക് A plus B ആണ് കാണേണ്ടത്. എയും ബിയും ഇവിടെ ഒരു രണ്ട് മെട്രിക്സിൻ്റെയും 1/3 ആണ് ഓർഡർ. ഒരു റോയേ ഉള്ളൂ, 3 കോളംസ് ഉണ്ട്. ഹിയർ ഓൾസോ 1/3 മെട്രിക്സ്. ഓർഡർ ഈസ് 1, 3 കോളംസ്. സെയിം ഓർഡർ ആയതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ A plus B നോക്കാം. A plus B is equal to ഫസ്റ്റ് ദിസ് 3 and -5 ആഡ്. ബൈ ആഡിങ് -5 and 3. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കൂടെ ആഡ് ചെയ്യാൻ സബ്ട്രാക്ട് ചെയ്തിട്ട് വലിയതിൻ്റെ സൈൻ കൊടുക്കണം, വലിയ നമ്പറിൻ്റെ സൈൻ. ഇവിടെ -5ഉം 3 ആണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3 വരും. വലിയ നമ്പർ 5 ആയിരുന്നു. 5ൻ്റെ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് -3. സോറി, 5ഉം 3 സബ്ട്രാക്ട് ചെയ്തപ്പം 2. സോ -2. 5 and 3 ആയിരുന്നു. സോ സബ്ട്രാക്ട് ചെയ്തപ്പോൾ 2 ആൻഡ് സൈൻ -2. ഇനി നെക്സ്റ്റ്
നമ്മൾ ആഡ് ചെയ്യേണ്ടത് 4ഉം 0യും കൂടെ 4 and 0. ഇവിടെ -5ഉം 3യും ആഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. ബട്ട് ഇൻറ്റജേഴ്സിന്റെ അഡീഷൻ നിങ്ങൾ ഓർക്കണുണ്ടല്ലോ, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കൂടെ ആഡ് ചെയ്യാൻ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്ത് വലുതിന്റെ സൈൻ കൊടുക്കും. അതുകൊണ്ടാണ് അവിടെ -2 വന്നത്. -4ഉം 0യും കൂടെ ആഡ് ചെയ്യുമ്പോൾ 4 + 0 4. ദെൻ നെക്സ്റ്റ് -5 ആൻഡ് -2. 2 നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സിമ്പിൾ കൊടുക്കും. -5ഉം -2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ -7. രണ്ടും സെയിം സൈൻ ആണെങ്കിൽ ആഡ് ചെയ്തിട്ട് അതേ സൈൻ കൊടുക്കും. ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിന്റെ സൈൻ കൊടുക്കും. അപ്പോൾ റൂൾ ഓഫ് അഡീഷൻ ഓഫ് ഇൻറ്റജേഴ്സ് ഓർക്കണം. ഇൻറ്റജേഴ്സിന്റെ അഡീഷൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് മെട്രിക്സിനകത്തുള്ള ഈ ആൻസർ ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അഡീഷൻ മനസ്സിലായല്ലോ. എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ വെറുതെ ആഡ് ചെയ്താൽ മതി. പക്ഷേ ഇൻറ്റജേഴ്സ് നെഗറ്റീവും പോസിറ്റീവും കൂടെ വരുമ്പോൾ അഡീഷൻ നമ്മൾ നോക്കി ചെയ്യണം. അപ്പോൾ ആൻസർ ഇങ്ങനെ കിട്ടി. ഇനി ഇതുപോലെ സബ്ട്രാക്ഷനും ഇതുപോലെ തന്നെ ചെയ്താൽ മതി. സബ്ട്രാക്ഷന്റെ കേസിൽ റൂൾ ഇതുപോലെ ഓർക്കണം. ഇൻറ്റജേഴ്സ് വരുമ്പം റൂൾ ഓർത്തിട്ട് വേണം സബ്ട്രാക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, സബ്ട്രാക്ഷൻ ഓഫ് മെട്രിക്സ്. സബ്ട്രാക്ഷൻ ഓഫ് മെട്രിക്സ്. അപ്പം സബ്ട്രാക്ഷന്റെ കേസിലും ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം ഈ രണ്ട് മെട്രിക്സിന്റെയും ഓർഡർ സെയിം ആണോ എന്ന്. ഓർഡർ സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഓർഡർ സെയിം ആയിട്ടുള്ള മെട്രിക്സിനെ സബ്ട്രാക്ട് സബ്ട്രാക്ട് ചെയ്യാൻ കറസ്പോണ്ടിങ് എലമെന്റ്സ് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഒരു എക്സാമ്പിൾ നോക്കാം. A is equal to 5 4 2 1 and B is equal to 3 0 4 2. ഓക്കെ, ഇവിടെ നമുക്ക് സബ്ട്രാക്ട് ആയി A - B ആണ് കാണേണ്ടത്. A - B കാണണമെങ്കിൽ ഈ A എന്നുള്ള മെട്രിക്സിൽ നിന്ന് B മെട്രിക്സ് സബ്ട്രാക്ട് ചെയ്യണം. ഓരോ കറസ്പോണ്ടിങ് എലമെന്റും സബ്ട്രാക്ട് ചെയ്യണം. ഫസ്റ്റ് 5 - 3, നെക്സ്റ്റ് 4 and 0, so 4 - 0, then 2 and 4, so 2 - 4, then 1 and 2, so 1 - 2. ഓക്കെ, ഇവിടെ A - B എടുത്തതുകൊണ്ട് A എന്നുള്ള മെട്രിക്സിൽ നിന്നുള്ള എലമെന്റിനെയാണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യേണ്ടത്. Aയിൽ നിന്ന് B വേണം സബ്ട്രാക്ട് ചെയ്യാൻ. ഇനി B - A ആണെങ്കിൽ തിരിച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ 5 - 3 2, 4 - 0 4, then 2 - 4. 2 - 4 എന്ന് വരുമ്പം വലിയ നമ്പറാണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണത്. അപ്പോൾ സൈൻ നെഗറ്റീവ് ആകും, -2 ആണ്. 2 - 4 -2. അതുപോലെ 1 - 2 എന്ന് പറഞ്ഞാൽ വലിയ നമ്പറാണ് സബ്ട്രാക്ട് ചെയ്യണത്. അവിടെ നെഗറ്റീവ് സൈൻ വരും, -1. അറിയാലോ, 2 - 4 ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി സൈൻ മാറ്റി ആഡ് ചെയ്യണം. അതാണ് റൂള്, ഓർക്കണുണ്ടല്ലോ, ഇൻറ്റജേഴ്സിന്റെ റൂള്. അപ്പൊ ഇവിടെ ഈ 4 ഇപ്പൊ പോസിറ്റീവ് ആണ്, ഇതിന്റെ സൈൻ മാറ്റി ആഡ് ചെയ്യണം. അപ്പൊ 2 + -4 എന്നാകും. 2 + -4 എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ അഡീഷന്റെ റൂൾ ഓർക്കണം. പോസിറ്റീവും നെഗറ്റീവും കൂടെ ആഡ് ചെയ്യുക. അപ്പം വലുതിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിന്റെ സൈൻ കൊടുക്കും. 4ഉം 2ഉം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2, വലുതിന്റെ സൈൻ കൊടുക്കുമ്പോൾ നെഗറ്റീവ്. അങ്ങനെയാണ് -2 വരണത്. അപ്പൊ റൂൾ ഓഫ് സബ്ട്രാക്ഷൻ വെച്ച് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ഓർത്താലും മതി. 2 - 4 എന്ന് പറഞ്ഞാൽ 4 - 2 എത്രയാണ് അതിന്റെ നെഗറ്റീവ് കൊടുത്താൽ മതി. കാരണം ഇവിടെ വലിയ നമ്പർ സബ്ട്രാക്ട് ചെയ്തുകൊണ്ട് 4 - 2 2 ആണ്. അതുകൊണ്ട് 2 - 4 എന്ന് പറഞ്ഞാൽ -2. അങ്ങനെ ഓർത്താലും മതി. 1 - 2 അതുപോലെ 2 - 1 1 ആണ്. അപ്പോൾ 1 - 2 എന്ന് പറഞ്ഞാൽ -1 ആയിരിക്കും. അപ്പൊ ഇതായിരിക്കും A - B എന്നുള്ളതിന്റെ ആൻസർ. 2 4 -2 -1. പഠിച്ചല്ലോ. ഇവിടെയും നമുക്ക് ഇപ്പൊ എല്ലാം പോസിറ്റീവ് നമ്പേഴ്സ് ആയിരുന്നു. അപ്പൊ അതിന്റെ സബ്ട്രാക്ഷൻ ഈസിയാണ്. ഇനി എപ്പോഴും ഇങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ പോസിറ്റീവും നെഗറ്റീവും മിക്സ് ചെയ്തിട്ടായിരിക്കും എലമെന്റ്സ് വരണത്. അപ്പൊ സബ്ട്രാക്ഷൻ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. Then here B is equal to 2 1 0 4 and C is equal to -3 2 and 1 0. Then find the value of
ബി മൈനസ് സി, ബി മൈനസ് സി കാണണം. അപ്പൊ നമ്മളുടെ ബിയും സിയും കൂടെ സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? ബി മൈനസ് സി ഈസ് ഈക്വൽ ടു ഇവിടെ 2 മൈനസ് മൈനസ് 3. അതാണ് ഫസ്റ്റ്. 2 മൈനസ് മൈനസ് 3. ദെൻ നെക്സ്റ്റ് വരണത് 1 മൈനസ് 2. അടുത്തത് 0 മൈനസ് 1. ദെൻ 4 മൈനസ് 0. സിമ്പിളാ അല്ലേ? 2 മൈനസ് മൈനസ് 3 എന്ന് പറയുമ്പം സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി സൈൻ മാറ്റി ആഡ് ചെയ്യണം. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. 2 മൈനസ് മൈനസ് 3. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ വർക്കിംഗ് കോളത്തിൽ ഒന്ന് എഴുതി ചെയ്തോ, അതായിരിക്കും നല്ലത്. 2 മൈനസ് മൈനസ് 3 ചെയ്യാൻ സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി സൈൻ മാറ്റി ആഡ് ചെയ്യണം. അപ്പൊ 2 പ്ലസ് -3 മാറ്റി +3 ആയി. ദാറ്റ് ഈസ് 5 എന്നായി. 2 മൈനസ് മൈനസ് 3 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓർത്താൽ മതി, മൈനസ് ആൻഡ് മൈനസ് വരുമ്പോൾ പ്ലസ് ആകും. അങ്ങനെ ഓർത്താലും മതി. ദെൻ 2 + 3 = 5. അപ്പൊ ഇവിടെ ഫസ്റ്റ് വാല്യൂ 5. ദെൻ 1 മൈനസ് 2. 1 മൈനസ് 2 എന്ന് പറയുമ്പോൾ വലിയ നമ്പറാണ് സബ്ട്രാക്ട് ചെയ്യണത്. 2 മൈനസ് 1 1 ആണ്. 1 മൈനസ് 2 ആകുമ്പം -1 എന്നാവും. 0 മൈനസ് 1 അവിടെ അതുപോലെ വലിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യണതുകൊണ്ട് -1. 4 മൈനസ് 0 4. അപ്പൊ ആൻസർ വരണത് 5 മൈനസ് 1 -1 4 എന്നായിരിക്കും. പഠിച്ചോ എല്ലാവരും? അപ്പൊ ഇതാണ് സബ്ട്രാക്ഷൻ ഓഫ് മെട്രിക്സ്. അപ്പൊ നമ്മൾ അഡീഷൻ ഓഫ് മെട്രിക്സും സബ്ട്രാക്ഷൻ ഓഫ് മെട്രിക്സും പഠിച്ചു. ഇത് രണ്ടും വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, ഒരുപാട് പ്രോബ്ലം ഉണ്ട് എക്സസൈസിനകത്ത്. ആ പ്രോബ്ലം എല്ലാം ചെയ്തു നോക്കണം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഇപ്പൊ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള അഡീഷനും സബ്ട്രാക്ഷനും പഠിച്ചത്. ഇനി മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വരും. അഡീഷനും സബ്ട്രാക്ഷനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനും വരാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ? Okay, here 3 metrics ഉണ്ട്. First one, A is equal to 5 4 3 minus 1. അതാണ് ഫസ്റ്റ് മെട്രിക്സ്. സെക്കൻഡ് മെട്രിക്സ് B is equal to 2 1 0 4. തേർഡ് മെട്രിക്സ് C is equal to -3 2 1 0. ഓക്കെ, ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് A plus B minus C ആണ്. A plus B find A plus B minus C. അപ്പം ഫസ്റ്റ് 2 മെട്രിക്സ് ആഡ് ചെയ്തിട്ട് തേർഡ് മെട്രിക്സ് സബ്ട്രാക്ട് ചെയ്യണം. അപ്പം എന്ത് ചെയ്യണം? നമുക്ക് ഒരു സ്റ്റെപ്പിൽ തന്നെ വേണമെങ്കിൽ ചെയ്യാം. ഈ 2 മെട്രിക്സും മൂന്നാമത്തെ മെട്രിക്സ് സബ്ട്രാക്ട് ചെയ്യണത് ഒന്നിച്ച് ചെയ്യാം. അല്ലെങ്കിൽ ആദ്യം എയും ബിയും ആഡ് ചെയ്തിട്ട് ആ വാല്യൂ എന്ന് സി സബ്ട്രാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ ഈസി അങ്ങനെ ചെയ്താൽ മതി. അപ്പം നമുക്കിവിടെ ആദ്യം എയും ബിയും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എയും ബിയും ആഡ് ചെയ്ത വാല്യൂ ആദ്യം എഴുതുക. ദാറ്റ് ഈസ് 5 + 2 7. Then 4 + 1 5. Then 3 + 0 3. -1 + 4. -1 + 4 എന്ന് പറയുമ്പോൾ 4 -1 കൂടെ ആഡ് ചെയ്യാൻ സബ്ട്രാക്ട് ചെയ്തിട്ട് വലതിന്റെ സൈൻ കൊടുക്കും. ദാറ്റ് ഈസ് 4 - 1 3. സോ വലിയ നമ്പറിന്റെ സൈൻ 3. ഓക്കെ, അപ്പം A + B എന്ന് പറയുന്നത് ഇതാണ്. വേണമെങ്കിൽ A + B മാത്രം ആദ്യം കണ്ടുവയ്ക്കാം, എന്നിട്ട് ഈ സ്റ്റെപ്പ് എഴുതിയാലും മതി. അപ്പൊ A + B 7 5 3 3 ആ. ഇതിൽ നിന്ന് നമ്മൾ നമ്മളുടെ C സബ്ട്രാക്ട് ചെയ്യാൻ പോവാ. സിയുടെ വാല്യൂ -3 2 1 0. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ചെയ്യുമായിരിക്കും കുറച്ച് ഈസി. നല്ലപോലെ പ്രാക്ടീസ് ആയാൽ പിന്നെ നമുക്ക് ഒന്നിച്ചൊറ്റ സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ആക്കാം. ഇനി ഇതിവിടെ സബ്ട്രാക്ഷനാണ് വരണത്. അപ്പം ഇത് മിക്സ് ചെയ്ത് പോകരുത്. ആദ്യത്തെ അഡീഷൻ ആണ്, സെക്കൻഡ് സബ്ട്രാക്ഷൻ ആണ്. ഇനി ഇവിടെ സബ്ട്രാക്ട് ചെയ്യാൻ പോവാ. ഫസ്റ്റ് വൺ 7. നിങ്ങൾക്ക് മൈൻഡിൽ വേണമെങ്കിൽ ചെയ്തിട്ട് ആൻസർ എഴുതാം. അങ്ങനെ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ അങ്ങനെ എഴുതാം. ഇല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്പ് എഴുതി ചെയ്യുക നല്ലത്. അപ്പോൾ 7 - -3. 7 - -3. നെക്സ്റ്റ് 5 - 2. Then 3 - 1.
പോസിറ്റീവ് നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം. ദെൻ 3 മൈനസ് 0. ഓക്കെ, ഇവിടെ 7 മൈനസ് -3 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആൻഡ് നെഗറ്റീവ് വരുമ്പോൾ പോസിറ്റീവ് ആകും. അല്ലെങ്കിൽ സൈൻ മാറ്റി ആഡ് ചെയ്യണം എന്ന് പറയുമ്പോഴും 7 + 3 ആകും, ദാറ്റ് ഈസ് 10 ആകും. ഇനി 5 മൈനസ് 2 3, 3 മൈനസ് 1 2, 3 മൈനസ് 0 3. സോ ലാസ്റ്റ് ആൻസർ 10 3 2 3. സിമ്പിൾ ആണല്ലോ. അപ്പം ചെയ്യുമ്പം സിമ്പിൾ കാൽക്കുലേഷൻ ആണ്, കാൽക്കുലേഷൻ തെറ്റിക്കാതിരുന്നാൽ മതി, നമുക്ക് കറക്റ്റ് ആൻസർ തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ ഇന്ന് അഡീഷനും സബ്ട്രാക്ഷനും രണ്ടുകൂടെ മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നോക്കി. ഇനി ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സസൈസിനകത്തുണ്ട്. അപ്പോൾ എക്സസൈസിനകത്തുള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്കത് ചെയ്യാം. ഓക്കെ.